ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുപ്പിയിൽ പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പം ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ പെയിൻറ്റ് തുറന്നതിന് ശേഷം നമ്മൾ വെള്ളം എടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് ഞാൻ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കപ്പൊക്കെ മാറ്റി പിന്നെ പെയിൻ്റ് അടിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഞാനാണെങ്കിൽ ബ്രഷൊക്കെ നനച്ചു. പിന്നെ ആ ബക്കറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റൊക്കെ മാറ്റി ആ കുപ്പിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ബ്രഷിൽ പെയിൻ്റ് എടുത്തു. പക്ഷേ ഞാൻ ആദ്യം ഏത് കളർ എടുക്കുമെന്ന് ഓർത്തിട്ട് മഞ്ഞയൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ എനിക്ക് അത്ര ഇതില്ലായിരുന്നു. എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കുന്നത്. ഞാൻ കുറേ കളറിൽ സെറ്റ് ചെയ്ത് നോക്കി ആകുമെന്നറിയാൻ. പക്ഷേ ഞാൻ തീരുമാനിച്ചു നമുക്ക് വൈറ്റ് തന്നെ എടുക്കാമെന്ന്. ഞാൻ വൈറ്റാണ് എടുത്തത്. അപ്പോൾ ഞാൻ വൈറ്റ് എടുത്തിട്ട് ഞാനാണെങ്കിൽ അടിക്കാൻ തുടങ്ങി. ഞാൻ ഏകദേശം ഒരു പകുതി നമ്മൾ ആദ്യമേ ഒരു തുടക്ക ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം ഞങ്ങളുടെ വീഡിയോകളിൽ. അപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റൈറ്റിൽ ഇത്തിരി സൈലായിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൈറ്റിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഞാൻ അടിക്കാൻ നോക്കിയത്. അപ്പോൾ ആ ലൈറ്റിൽ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. അത് നോക്കി ഞാൻ വൈറ്റ് തന്നെ എടുക്കാമെന്ന് വെച്ചാൽ, കാരണം ആ കുപ്പീനെ സംബന്ധിച്ച് കുറച്ചും കൂടെ നല്ല വൈറ്റ് നന്നായി ചേരുന്നുണ്ട് ചില കുപ്പിയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ മഞ്ഞ എടുത്തു. ഞാൻ ഉദ്ദേശിച്ചൊരു കണ്ണൊക്കെ വരയ്ക്കാൻ ഏതാണ്ടൊക്കെ ഉദ്ദേശിച്ച രീതിയിലായി. ഞാൻ തിരിവായത് അങ്ങ് ശരിയായില്ല. അപ്പം ഞാനാണെങ്കിൽ അവസാനം അതിൻ്റെ അടിയിലേക്ക് ഇത്തിരി മഞ്ഞയൊക്കെ അടിച്ച് വെച്ചു. ശേഷമാണ് ഞാൻ മണ്ടയിൽ കുറച്ച് മഞ്ഞ വെക്കുവാണെങ്കിൽ തലയോടെ ഒരു ഭാഗം കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ തലയിൽ ഇച്ചിരി മഞ്ഞ ആയിട്ട് എടുത്ത് കയറ്റിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് വൈറ്റിലേക്ക് ഇത്തിരി പടർന്നായിരുന്നു മഞ്ഞ. പക്ഷേ അത്ര ഇതാക്കിയില്ല. പക്ഷെ എന്നാൽ പോലെ ഞാൻ കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഞാൻ ഓറഞ്ച് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഓറഞ്ച് പോലെ എടുത്തിട്ട് സൈഡിൽ കൂടെ പെയിൻറ്റ് ചെയ്താൽ. കാരണം എനിക്ക് അത്ര നന്നായിട്ട് പെയിൻറ്റ് അടിക്കാനോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നേക്കാൾ അതിനെ നന്നായിട്ട് അറിയാവുന്ന എൻ്റെ അനിയത്തിക്ക് തന്നെയാണ്. അപ്പം എനിക്ക് ആദ്യം ആ ഓറഞ്ച് അടിച്ചപ്പോൾ തെറ്റിപ്പോയി. അപ്പം അങ്ങനെയും കളഞ്ഞാൽ പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു വെള്ളം കുറച്ചെടുത്തിട്ടാണ് ഞാൻ തൂത്ത് കളഞ്ഞില്ലെങ്കിൽ മൊത്തത്തിൽ അഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു എടുത്തതിന് ശേഷം ഞാൻ ബ്ലാക്കാണ് എടുത്തത്. ബ്ലാക്ക് നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് തന്നെ ഒരു ബ്ലാക്കിന് അത്ര ഷെയ്ഡില്ലായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച്. പക്ഷേ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ എന്തായാലും ബ്ലാക്ക് ഞാൻ ആ സൈഡിൽ തന്നെ അടിച്ചത്. ഞാൻ ആ ഷെയ്ഡിൽ കിട്ടുമല്ലോ. അത് ഞാൻ ബ്ലാക്ക് ആ സൈഡിൽ കൂടെ അടിച്ചത്. അപ്പം നമുക്ക് ബ്ലൂ ഒക്കെ 4 ഷെയ്ഡിലൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ നല്ലൊരു പെയിൻറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല പെയിൻറ്റാണ്. എല്ലാവർക്കും കുപ്പിയിൽ പെയിൻറ്റ് അടിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ ഈ ഒരു നല്ലതാണ്. അപ്പം ഞാൻ പിന്നെ ശേഷം ഓർത്തു കുറച്ചടിയിലേക്ക് ഓറഞ്ച് അടിക്കുന്നത് നല്ലതെന്ന്. അപ്പോൾ ഞാൻ ഓറഞ്ചാണ് അടിച്ചത്. അപ്പം ഞാൻ പിന്നെ കുറച്ചും കൂടി ഇതാക്കിയിട്ട് ആ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് ഓറഞ്ച് കുറച്ചും കൂടി എടുത്തത് കേസ്. അപ്പോൾ നമുക്ക് ഈ ബാക്കി നോക്കാം. ഞാൻ ബ്ലാക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ലൈറ്റ് പോലെയല്ലേ തോന്നുന്നത്, ആ കുപ്പിയുടെ ഷെയ്ഡ്. അപ്പോൾ ആ ബ്ലാക്കിന് അത്ര ഷെയ്ഡ് കുറവായതുകൊണ്ടാട്ടോ കേസ്, ഇതൊന്നുമല്ല. പിന്നെ ഞാൻ അതിന് ശേഷം ചെറിയൊരു ഷെയ്ഡും കൂടെ കൊടുത്തു. കുറച്ച് സൈഡിൽ ഒരു പച്ചയാണ് ഞാൻ കൊടുത്തത്, ഗ്രീൻ. അത് കൊടുത്തതിന് ശേഷം അടിയിൽ ഉദ്ദേശിക്കുന്ന CR7 അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ എന്ത് വരുന്നോ ഞാൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ചു കളർ വെള്ളത്തിലൊക്കെ മുക്കി സെറ്റ്. നമ്മളെപ്പോൾ അടിച്ചാലും വെള്ളത്തിൽ മുക്കിയ ശേഷം മാത്രം മറ്റൊരു കളർ എടുക്കാവുള്ളൂ. കാരണം ആ ഒരു കളർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ സൈഡിൽ നിന്ന് അത് കിട്ടത്തില്ല. ചിലപ്പോൾ അത് മിക്സ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ CR7 എന്നാണ് ഞാൻ പിന്നീട് എൻ്റെ മനസ്സിൽ പിന്നെ CR7 എന്ന് തന്നെ എഴുതാമെന്ന് തോന്നിയിട്ട് CR7 എന്ന് എഴുതി. എനിക്ക് റൊണാൾഡോനെ അത്ര ഇഷ്ടമാണ്, റൊണാൾഡോ ഫാനാണ്. എനിക്കും എൻ്റെ അനിയത്തിക്ക് റൊണാൾഡോനെ ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ CR7 എന്ന് എഴുതിയത്. പിന്നെ നമ്മൾ അടിയിൽ റെഡ് കൊടുത്തുകൊണ്ട് അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും റെഡ് തന്നെ കൊടുത്തിട്ട് അടിയിൽ പേര്, അതിൻ്റെ അടിയിൽ വേറെ കളർ, ആ കളർ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ സെയിം ഷെയ്ഡ് തന്നെ കൊടുക്കാനാണ്. അപ്പോൾ വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സൈഡിലേക്ക് വെച്ചത്. എനിക്ക് പിടിച്ച് ചെയ്യാൻ ഇത്തിരി എളുപ്പമൊക്കെ ഉണ്ട്.
എൻ്റെ പരമാവധി ഞാൻ കഷ്ടപ്പെടുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഏറ്റവും നല്ല ആരുടെയാണെന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം ആ ഷെയ്ഡ് കൊടുത്തു. ശേഷം ഞാൻ കുറച്ചും കൂടെ നോക്കിയപ്പോൾ റെഡിൽ അപ്പുറത്ത് കൊടുക്കുന്നതന്നെ ആയിരുന്നു നല്ലത്. അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. കാരണം നമ്മൾ അടിയിൽ കൊടുക്കുന്നതിൻ്റെ ലൈറ്റ് വിങ് അപ്പുറത്തേക്ക് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്താൽ മീൻസ് നമ്മൾ കൊടുക്കുന്ന കളർ അതേപോലെ തന്നെ കിട്ടും. പക്ഷേ CSK എന്നാണ് എഴുതിയത്. കാരണം മഞ്ഞ നമ്മുടെ സ്വന്തം ചെന്നൈ സൂപ്പർ കിങ്സ്, ആർക്കും അറിയാമല്ലോ ചെന്നൈ സൂപ്പർ കിങ്സ് 5 IPL കപ്പൊക്കെ ഉണ്ട്. ധോണിയും സഞ്ജു ഒക്കെ കളിക്കുന്ന ടീമാണ്. ആർക്കും ഇഷ്ടമാണെന്ന് ഞാൻ ഓർക്കുന്നു. IPL ഒക്കെ എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അടിപൊളിയാണ് IPL ഒക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് CSK എന്ന് എഴുതിയത്. CSKക്ക് അടിച്ച കളയാം. പിന്നെ അപ്പുറത്തേക്ക് വന്നപ്പോൾ മഞ്ഞ അതിനെ കൊടുത്തു, എഴുതിയ കളർ തന്നെ. പിന്നെ CSKയുടെ താഴത്തേക്ക് ഞാൻ KBFC എന്ന് എഴുതാനാണ് പ്ലാനിട്ടേ. കേരള ബ്ലാസ്റ്റേഴ്സ് ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു KBFC. ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരു വട്ടം കേരളത്തിലെ കളിയൊക്കെ കാണാൻ പോയി. അപ്പോൾ എനിക്ക് ജേഴ്സിയിൽ പ്ലേയേഴ്സിൻ്റെയൊക്കെ സൈനൊക്കെ കിട്ടിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോനും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാ വീഡിയോ ഇടുന്നതാണ്, എല്ലാവരും കാണും. എനിക്ക് തോന്നി ഇത്തിരി ഷെയ്ഡ് മാറിപ്പോകൊണ്ട് ഞാൻ പിന്നെ അലിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈഡിലേക്ക് ഒന്നുകൂടെ തൂത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ ചെയ്യാമെന്ന് വെച്ചേ. വീണ്ടും ബ്ലൂ കൊടുത്തപ്പം ശരിയായില്ല. അപ്പോൾ വീണ്ടും ചെയ്തു. കേസ് എല്ലാവരും പറയാറുണ്ട് നമ്മൾ എന്തിനേയും നമ്മളെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊന്നിനെയും കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പരിശ്രമം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്തിനേയും നേടാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മൾ സ്വന്തം APJ അബ്ദുൽ കലാം പറയുന്നത്, പരിശ്രമം ചെയ്യും എന്തിനേയും. അപ്പം അതുപോലെ തന്നെ ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഒരു വട്ടം പോയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ എത്ര ട്രൈ ചെയ്താലും അവസരം നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മുടെ വിജയം. എന്ത് ചെയ്താലും നമ്മൾ അവസാനം നമ്മളെ കൊണ്ട് പറ്റുന്ന ട്രൈ ചെയ്യുക, നമുക്ക് കിട്ടും. അങ്ങനെ 2-3 വട്ടം കുറേ വട്ടം ഞാൻ തൂത്ത് കളഞ്ഞു. ശേഷം ഞാൻ മെയിനായിട്ട് ഫുൾ മൊത്തത്തിൽ മാറ്റി കളയാത്തതിൻ്റെ കാരണം മഞ്ഞയും കൂടെ അങ്ങനെ ആകുമ്പോൾ പോവും. അന്നേരം ആ വെള്ളമാകുമ്പോൾ പിന്നെ കുറച്ചും കൂടെ നമുക്ക് അടിക്കുമ്പോൾ പെയിൻറ്റ് പടരും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ മാത്രം തൂക്കാതെ ആ ബ്ലൂ മാത്രം വെള്ളം ഒഴിച്ചിട്ട് തൂത്തിട്ട് തോർത്ത് വെച്ച് തൂത്തത്. അപ്പോൾ അടുത്തോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് KBFC എന്ന് എഴുതാനായിട്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ ഇനി മണ്ടയിൽ കൂടെ ഇച്ചിരി ചെയ്യുന്നുണ്ട് ഗൈസ്. അതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മണ്ടയിൽ കൂടെ കുറച്ചും കൂടി ഇതാക്കി കൊടുത്താലേ നമുക്ക് മുകളിലും കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടോ ഞാൻ നോക്കി, നന്നായിട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം സൈഡിൽ നിന്ന് തന്നെ ചെയ്യാനാണ് മെയിനായിട്ട് നോക്കിയത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ മുകളിലേക്കും കൂടി കുറച്ചും കൂടി ചെയ്യുവാണെങ്കിൽ ആ ഒരു മഞ്ഞ ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ കുറച്ചും കൂടി ലൈറ്റായിട്ട് മുകളിൽ കൊടുത്തത്. അപ്പം നമ്മുടെ ആ കുപ്പിയുടെ കളർ അത്ര ഇത് വേണ്ടല്ലോ, അതാണ് അവിടെ മഞ്ഞ കൊടുത്തത്. അപ്പോൾ മഞ്ഞയുടെ ഒരു ഷെയ്ഡ് കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഞാനാണോ അവളാണോ എന്നൊക്കെ പറയാം. ഞാൻ ഉദ്ദേശിക്കാൻ കാരണം CR സോൺ എനിക്കും എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് CR സോൺ എന്ന് എഴുതിയത്. പക്ഷേ CSK ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് CSK എന്ന് എഴുതിയത്. പിന്നെ അതുകൊണ്ട് തന്നെ KBFC നിന്നും. അപ്പോൾ അടുത്ത അവളുടെ വീഡിയോ കാണാം. അപ്പോൾ അവൾ ആദ്യമേ ഇങ്ങനെയൊക്കെ ഷെയ്ഡൊക്കെ കൊടുത്തു വൈറ്റിൽ, ഇനി ഓറഞ്ച് ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവൾ ചെയ്തത്. അവൾ സ്മൈലി പോലെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ ആ സൈഡിൽ നിന്ന് ഫ്ലോ എനിക്ക് കിട്ടിയില്ല. കാരണം അവൾ ചെയ്തപ്പം വൈറ്റ് കൊടുത്ത ശേഷം സ്മൈലി പോലെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മഞ്ഞ ഓറഞ്ച് തന്നു. അതെ, ഓറഞ്ചും മഞ്ഞ, അവൾ ആദ്യമേ ബ്ലൂവും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടിയത്. അപ്പം ആ സൈഡിൽ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് അത്രയും പ്രശ്നം പറ്റിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും കുറേ വീഡിയോകൾ ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തത്. സ്മൈലി അവൾ ചെയ്തതാണ്, മറ്റേ ഞാൻ ചെയ്തതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് നല്ല എന്ന് പറയാം. വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ.